പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ പല വീഡിയോയും ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു വീഡിയോയും പൂർണ്ണമായും കാണണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടാറില്ല. പക്ഷേ ഈ വീഡിയോയുടെ കാര്യത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്, ഇത് ദയവ് ചെയ്ത് പൂർണ്ണമായും കാണാൻ ശ്രമിക്കണം. നമ്മുടെ നാട്ടിലൊരു വിഷയത്തിൽ ഇടപെടുമ്പോൾ വലിയ റിസ്ക്കാണ് ഒരു പ്രശ്നത്തിൽ ഇടപെടുക എന്നൊക്കെ പറയുമ്പോൾ. അങ്ങനെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് ഒരു കൂട്ടം ആളുകൾ അതിനുവേണ്ടി അതിൻ്റെ പിറകെ ബുദ്ധിമുട്ടി പണം ചെലവ് ചെയ്ത് അതിൻ്റെ എല്ലാ സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും ഒക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് സ്വന്തം കയ്യിലൊരു മാധ്യമമുണ്ട് എന്നതിൻ്റെ പേരിൽ മാത്രം അതിനെ ഒരൊറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് തകർക്കാൻ നോക്കുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒരാളെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെയൊരു ശ്രമം ഈ ധർമ്മസ്ഥല വിഷയവുമായി ബന്ധപ്പെട്ട് മനാഫ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഹാജരായി കോഴിക്കോട്ടേക്ക് മടങ്ങി വന്നതിനെ സംബന്ധിച്ചൊരു വാർത്ത ചെയ്തപ്പോൾ റിപ്പോർട്ടർ ടിവിയിലെ ഡോക്ടർ അരുൺകുമാർ നടത്തിയൊരു പ്രയോഗമുണ്ട്. ആ പ്രയോഗം നിങ്ങൾ ആദ്യം കേട്ടുനോക്കൂ. മലയാളത്തിൽ കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുത്തു എന്ന് കേട്ടിട്ടില്ലേ? യഥാർത്ഥത്തിൽ ധർമ്മസ്ഥലയിൽ മനാഫിന് പറ്റിയിരിക്കുന്നതും അതാണ്. അവിടെ ഒരു ശുചീകരണ തൊഴിലാളി എന്ന് പറഞ്ഞു, അത് മനാഫ് വലിയ സംഭവമാണെന്ന് വിചാരിച്ച് അതിന്റെ പിന്നാലെ പോയി വീഡിയോ ഒക്കെ ചെയ്തു. ഇപ്പൊ മനാഫും വെട്ടിലായി, ആ ശുചീകരണ തൊഴിലാളി അറസ്റ്റിലുമായി. മാത്രമല്ല 3 പോലീസ് സ്റ്റേഷനുകളിൽ കേസുമായി എന്നാണ് അറിയാൻ കഴിയുന്നത്. മനാഫെ, എന്താ ഈ അരുൺകുമാർ ഇങ്ങനെയൊരു കാര്യം ഈ രീതിയിൽ അവതരിപ്പിക്കാൻ ഉണ്ടായ ആ ചേതോവികാരം എന്താണ് അദ്ദേഹത്തെ നയിച്ചത്? നമസ്കാരം എല്ലാവരോടും. ഞാൻ ഈ കുറഞ്ഞ കാലങ്ങൾ ഒരുപാട് മാധ്യമപ്രവർത്തകരെ അടുത്തറിയാനും അവരോട് അടുത്ത് ഇടപഴകി അവരുടെ കൂടെ പ്രവർത്തിക്കാനും ഒരു ഭാഗ്യം കിട്ടിയ ആളാണ്. അതിൽപ്പെട്ട ഒരാളാണ് അരുൺകുമാർ. അദ്ദേഹത്തിന് ഏതിലാ ഡോക്ടറേറ്റ് കിട്ടിയതെന്ന് എനിക്കറിയില്ലേ. ഞാൻ വിചാരിച്ചത് ആ കാര്യത്തിലേക്കും വരാം. ഈ ഒരു മാധ്യമ പ്രവർത്തകനെ ഞാൻ അടുത്തറിയുന്ന ആളാണ്. പക്ഷെ ഞാൻ ആ വിഷയങ്ങൾ സംസാരിക്കേണ്ടെന്ന് വിചാരിച്ച്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇറങ്ങണ ഒരു സമരം എന്ന് പറയുന്ന അതിന്റെ A to Z പഠിച്ചിട്ട് ഇറങ്ങണതാണ്. ആ സമരത്തിനൊരു സത്യമുണ്ട്, ആ സമരത്തിനൊരു നീതി കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷെ ഈ സമരം ഇദ്ദേഹത്തിനോട് വീണ്ടും നമ്മൾ പല പ്രയാസങ്ങൾ അദ്ദേഹം കാരണം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒക്കെ മറന്നിട്ട് ഞാൻ പലവട്ടം ധർമ്മസ്ഥല വിഷയത്തിൽ അദ്ദേഹത്തെ വിളിച്ചിരുന്നു, ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട്. ഈ ഇടപെടാൻ വേണ്ടി വിളിച്ച മാധ്യമങ്ങളെയും വിളിച്ചതുപോലെ തന്നെ ഇദ്ദേഹത്തെയും വിളിച്ച്. അങ്ങനെ ഈ ഇടപെടാൻ വേണ്ടി വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞ് ഇതൊരു കെട്ടുകഥയാണ്, ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അദ്ദേഹത്തെ അത് വിട്ട് 1-2 പ്രാവശ്യം വീണ്ടും അസ്ഥികൾ കിട്ടി. ഞാൻ പറഞ്ഞു ഇത് കെട്ടുകഥയല്ല, നിങ്ങളൊന്ന് ഇറങ്ങിയാൽ നല്ലതേനും, പറ്റൂല എന്നാണ്. അപ്പൊ അതിന്റെ ഉള്ളില് ഇങ്ങനെ ഒരു വിഷയത്തിൽ ധർമ്മസ്ഥല വല്ലപ്പോഴും 1-2 കാര്യങ്ങള് ആ ചാനലിൽ വന്നു പോവാന്നല്ലാതെ കാര്യമായിട്ടൊരു വിവരം ആദ്യഘട്ടത്തിൽ ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ സമരത്തിന് ഒരുപാട് ലക്ഷക്കണക്കിന് കർണാടകയിലുള്ള ആളുകളും ഇവിടെയും ഒരുപാട് ആളുകൾ ഇതിനെ ആവലാതിയും വേവലാതിയും കാണിച്ചിട്ട് ഇതെന്താ സംഭവിച്ചതെന്നുള്ള അറിയണം, സത്യസന്ധമായിട്ട്. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാവും. കാരണം മനസ്സിൽ വളരെ ഭക്തിയോടുകൂടി കണ്ടിരുന്ന, ഒരു വിശ്വാസത്തോടു കൂടി കണ്ടിരുന്ന ഒരു ആരാധനാ സ്ഥലം, അതിനെ സംബന്ധിച്ച് ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം വരിക എന്ന് പറയുമ്പോൾ ആരും നെറ്റി ചുളിച്ചു പോകും. ശരിയായിരിക്കുമോ, അങ്ങനെ ഉണ്ടാവുമോ, അങ്ങനെ ഉണ്ടാവാൻ തരമില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ടാവും. ഇപ്പം അരുൺകുമാറിന് ഞാൻ ആ കാര്യത്തിൽ കുറ്റം പറയില്ല. കാരണം ഇത് യഥാർത്ഥത്തിൽ ഒരു കെട്ടുകഥയാണോ എന്ന് തോന്നിപ്പോയ പല ആളുകളും ഉണ്ടാവും. ആ കൂട്ടത്തിൽ ഒരുപക്ഷെ അരുൺകുമാറും ഉണ്ടാവും. പക്ഷെ അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകനാണ്. ആ കെട്ടുകഥയാണെങ്കിൽ അതൊരു പോലീസ് അത് കേട്ട് അതിൻ്റെ പുറത്തൊരു FIR ഇടുകയും ഒരു മാജിസ്ട്രേറ്റ് 164 ഫയൽ ചെയ്യുകയും ഒക്കെ ചെയ്തൊരു കേസും കെട്ടുകഥയാവുമോ? കാരണം അത് മാത്രമല്ല, ഏതാണ്ട് 17 മണിക്കൂർ ഈ പറയുന്ന ചിന്നയ്യയുമായി ആശയവിനിമയം നടത്തി അയാൾ പറയുന്നതിലെ പൊരുത്തവും പൊരുത്തക്കേടും ഒക്കെ പഠിച്ചിട്ട് 1000-ഓളം ഉദ്യോഗസ്ഥരെ ഒരു ഗവൺമെന്റ് ഏർപ്പാട് ചെയ്ത് ഒരു SIT ഫോം ചെയ്ത് ഈ മണ്ണ് കുഴിക്കാൻ പോകുന്നതും വരെ ഒക്കെ കെട്ടുകഥയായി മാറുമോ? പിന്നെ അദ്ദേഹം ചെയ്യുന്ന എന്ത് മാധ്യമപ്രവർത്തനമാണ്? ഇനി അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലും ഇതിനു മുമ്പ് ഇടപെട്ടിട്ടില്ലാതിരിക്കണം. അതെ അല്ലെ, അതിലേക്കാണ് വരുന്നത്. കാള പെറ്റപ്പം കയറെടുത്തത് മനാഫോ അല്ല ഡോക്ടർ അരുൺകുമാർ ആണോ എന്നുള്ളത് ഇപ്പം തന്നെ നമുക്ക് തെളിയിക്കാം. ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഡോക്ടറേറ്റ് എടുത്തത് കുത്തിത്തിരിപ്പിനാണോ എന്ന് എല്ലാരും ചോദിക്കലുണ്ട്. ചിലർ ചോദിക്കുന്നത് ഗൈനക്കോളജിക്ക് ആണോ എന്നുള്ളത് ഇപ്പം തോന്നി. കാരണം എന്താണ്, ഞാൻ വിചാരിച്ചത് ഇദ്ദേഹം ഒരു MBBS ഡോക്ടറോ അങ്ങനെ എന്താ ആയിരിക്കും എന്ന് വിചാരിച്ചു. ഡോക്ടർ എന്ന് പറയുമ്പോൾ
ഇപ്പൊ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അല്ല, ഈ ഡോക്ടറേറ്റിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ മനാഫെ. 2-3 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചിരുന്നു. ഞാൻ അനിൽകുമാറിന്റെ ഡോക്ടറേറ്റ് അങ്ങനെയാണെന്നല്ല നമ്മൾ ചെറിയ വിദ്യാഭ്യാസവും ചെറിയ കാര്യങ്ങളുള്ള ഈ സാധാരണക്കാരനായ എന്നെ വിളിച്ചിട്ട് 2 ലക്ഷം റുപ്യ തന്നു കഴിഞ്ഞാൽ ഡോക്ടറേറ്റ് തരാമെന്ന് ഒരാൾ പറഞ്ഞു. അത്തരത്തിലുള്ള ഡോക്ടറേറ്റ് ആവശ്യമില്ല അങ്ങനെയുള്ളതൊന്നും. ഞാൻ പറഞ്ഞു വരുന്നത് വളരെ വിഷമമുണ്ടായി. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ ജീവൻ ഒരുപാട് ആളുകൾ ഇത് നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു പോരാട്ടത്തിൽ നിൽക്കുമ്പോൾ ആ പോരാട്ടത്തിന് ഒറ്റ വീഡിയോയിൽ തകർക്കാൻ നോക്കുക എന്ന് പറയുമ്പോൾ അതിപ്പോ ഉറ്റ സുഹൃത്താണെങ്കിലും സ്വന്തം വാപ്പാണെങ്കിലും ഞാൻ എതിരായിരിക്കും. അതെന്നാണ് ഈ കാര്യത്തിലുള്ളത്. ഇനി തുടങ്ങുകയാണ്. ഈ അരുൺകുമാർ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ശിരൂർ വിഷയം തുടങ്ങിയപ്പോൾ ഇന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾ ഇതിൽ ഇടപെടാൻ പോവാണ് മനാഫ്, നമ്മളെ ഭാഗത്തുനിന്ന് പൂർണ്ണ പിന്തുണ ഉണ്ട്. അങ്ങനെ ആ സമയം ഏതാന്ന് ഓർമ്മയുണ്ടോ സാറിന്? യെസ്. അല്ല, റിപ്പോർട്ടർ ടിവിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായി നിൽക്കണോ പോണോ എന്ന് തീരുമാനിക്കുന്ന ഒരു ഘട്ടമായിരുന്നു അത്. കാരണം കേരളത്തിലെ ന്യൂസ് ചാനലുകളുടെ തലതൊട്ടപ്പൻ എന്ന് തന്നെ പറയേണ്ടി വരും നികേഷ് കുമാർ. ആ നികേഷ് കുമാറാണ് ഇത് ലീഡ് ചെയ്തിരുന്നത്. നികേഷ് കുമാർ ആ ചാനലിൽ നിന്ന് ഇറങ്ങുന്നു. അവിടെ ഒരു വലിയൊരു വേക്കൻ്റ് അവിടെ ഉണ്ട്. ആ എഡിറ്റേഴ്സ് പാനലിലാണെങ്കിലും ആ ചാനലിലാണെങ്കിലും കേരളത്തിലെ മാധ്യമ ലോകത്താണെങ്കിലും അതൊരു വലിയ ശൂന്യത സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വീണ് കിട്ടുകയാണ് എന്ത് ശിരൂർ വിഷയത്തിൽ മനാഫിനെ സഹായിക്കാൻ വേണ്ടി വന്നതല്ല യഥാർത്ഥത്തിൽ റിപ്പോർട്ടർ ടിവി. അതെ, അവിടെ എല്ലാവരും ബഡ്ജറ്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ റിപ്പോർട്ടർ ടിവി മാത്രം ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിട്ട് നീണ്ട മണിക്കൂറുകൾ ലൈവ് ചെയ്ത് പരസ്യം പോലും ഇല്ലാതെ വൈകാരികമായിട്ട് ഈ വിഷയത്തെ അവതരിപ്പിച്ചുകൊണ്ട്, വൈകാരികമായിട്ട് അവതരിപ്പിച്ച വിഷയം വേറെ വരുന്നുണ്ട്, അത് നമുക്ക് പറയാം, അവതരിപ്പിച്ചുകൊണ്ട് പ്രേക്ഷകരുടെ മുൾമുനയിൽ നിർത്തുന്ന രീതിയിലേക്ക് പോയി. അത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായിരുന്നു. അന്ന് കാള പെറ്റതാണോ അല്ലെങ്കിൽ പശുവാണോ പെറ്റതെന്നൊന്നും ആരും നോക്കിയില്ല. ഈ ഗൈനക്കോളജി ഡോക്ടർ നോക്കിയിട്ടില്ല, അല്ലേ? അതാണ്. അങ്ങനെ അവിടെ വന്ന് ആ സമയം വന്ന ദിവസം തലേന്നത്തെ ദിവസം ഇന്നെ SP-യും പോലീസുകാരെല്ലാരും കൂടി മർദ്ദിച്ച ഒരു വിഷയം ഉണ്ടായിരുന്നു. മാരകമായ രീതിയിലുള്ള മർദ്ദനമാണ് അന്നുണ്ടായത്. ആ അതെ, അത് കഴിഞ്ഞ് രാവിലാണ് ഇയാള് വരുന്നത്. വന്നു കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു SP മർദ്ദിച്ചോ? ഞാൻ പറഞ്ഞ അപ്പൊ കേരളത്തിലെ എല്ലാ ജനങ്ങളും കേട്ട ഒരു ശബ്ദമാണ് വേർ ഇസ് SP എന്ന് പറഞ്ഞിട്ട് പോണത്. ഭയങ്കര ഷോ. ഞാൻ പറഞ്ഞു എന്റെ സ്വന്തം പിതാവ് പോലും ഇത്ര വേദന ഉണ്ടാവില്ല. അതെ. ഒരു വെള്ളിയേട്ടൻ ചമഞ്ഞ് വന്ന് അവിടെ ചോദ്യം. ഞാൻ വിചാരിച്ചു ഇപ്പൊ അയാളെ ശരിയാക്കും. പിറ്റേത്തെ ദിവസം കാണുന്നത് ഇതേ SP-ന്റെ കൂടെ ചക്കര അടയായിട്ടാണ് ഇവർ രണ്ടുപേരും പിന്നെ കാണുന്നത്. ഏത് ഈ വിഷയം ഏറ്റവും കൂടുതൽ തകർക്കാൻ ശ്രമിച്ച ആളാണ് ഈ SP. ഈ SP-ന്റെ ഉറ്റ തോഴനായി മാറി ഈ കാണുന്ന അദ്ദേഹം. പിന്നെ അവിടെ റേറ്റിങ്ങിനുള്ള മത്സരമായി. നമ്മളെ പാവപ്പെട്ട ആളുകളുടെ വൈകാരികത മുതലെടുത്തും കൊണ്ടാണ് ഈ പുള്ളിക്കാരന് പെരുമാറിക്കൊണ്ടുന്നത്. എന്റെ സ്വന്തം അനുഭവം കേട്ടോ പറയണത്. ഞാൻ ജീവിതത്തിൽ ഈ കാര്യങ്ങളിലൊന്നും ഒരു കള്ളത്തരം പറയാത്ത വ്യക്തിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പത്തെ വിഷയത്തിൽ വിഷമം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹത്തിനും മനസ്സിലാവണം വേദന എന്താന്നുള്ളത്. ഉണ്ടായ കാര്യങ്ങളാണ് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വേദന നൽകിയ മറ്റൊരു വിഷയമുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ റീൽസ് കണ്ട ഒരു റീൽസാണ്. കർണാടകയിലെ ഒരു പോലീസുകാരൻ എന്നോട് ചോദിച്ചതേനും ഈ വെള്ളത്തിന്റെ അടിയിൽ കിടക്കുന്ന ആ വണ്ടിയിലെ കേരളത്തില് ഇറങ്ങിയ റീലുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട റീൽ ഒരു പക്ഷെ അതായിരിക്കും. അതാണ് ആ റീലിനെ ഈ ഭൂമി ചാനലിന് വേണ്ടി കൊടുത്ത. അതെ, അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ. ആ റീലിനെ ഇപ്പൊ ഒരു പയ്യൻ ഒരു ഫുട്ബോൾ അടിച്ചിട്ട് മലന്റെ ഇടയിൽ കൂടി ഇട്ടല്ലോ. അത് നമ്മളെ റീലിനെക്കാട്ടിയും കൂടുതൽ ഓടിയ റീലാണ്. ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് ചോദിക്കുകയാണ്, ഈ ലോറിന്റെ മുതലാളിക്കാണോ ഇത്ര പിടിപാടുള്ളത് അല്ലെങ്കിൽ ലോറിന്റെ ഡ്രൈവറിനാണോ? കാരണം മുഖ്യമന്ത്രി വിളിക്കുന്നു, പ്രതിപക്ഷ നേതാവ് വിളിക്കുന്നു, കോൺഗ്രസ്സുകാർ വിളിക്കുന്നു, മാർക്സിസ്റ്റുകാർ വിളിക്കുന്നു, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും വിളിക്കുന്നു. എന്താ ആർക്കാ എത്രമാത്രം പിടിപാടുള്ളത് ചോദിക്കാൻ. ഞാൻ പറഞ്ഞു ആ പിടിപാടുള്ളത് മുതലാളിക്കും ഒരു പിടിപാടില്ല, ഡ്രൈവറിനും ഒരു പിടിപാടുമില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആള് മലയാളിയാണ്. അതാ പ്രശ്നം.
ആ വിഷയത്തിൽ ഞാൻ പറയണാണ്, ഇന്നോടാണ് പോലീസുകാരൻ ചോദിക്കുന്നത് വെള്ളത്തിന്റെ അടിയിൽ കിടക്കണ. ഞാൻ ആ റീലിന് ശേഷം ആ വേർഡ് ഞാൻ എവിടെയും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയാണ്. എന്നോട് ഒരു പോലീസുകാരൻ ചോദിച്ചു, അത് ഈ SP തന്നെ ആയിരുന്നു. അയാൾ നെട്ടിപ്പോയി. ചാനലുകളും മറ്റുള്ള മന്ത്രിമാരും MLA വന്ന് ജോലി ചെയ്യാണ് ഇവിടെ. അതെ അതെ അതെ. അവിടെ വന്നിട്ട് ശിരൂരിൽ വന്നിട്ട് MLA വരെ രംഗത്തിറങ്ങിയിട്ട് പണിയെടുക്കുകയാണ്. MP ഇറങ്ങുന്നുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവരാകെ അന്തം വിട്ടുപോയി. SP ചോദിച്ചതാണ്, മനാഫെ ഈ വെള്ളത്തിനടിയിൽ കിടക്കുന്ന ഡ്രൈവർക്കാണോ ഇത്ര പവർ, അല്ലെങ്കിൽ ലോറി ഉടമായ അനക്കാണോ ഇത്ര പവർ? ഈ ആളുകളൊക്കെ വിളിക്കുന്നുണ്ട്, എന്താ സത്യത്തിലെന്ന്. അപ്പൊ ഞാൻ ബന്ധപ്പെടുന്നു, മുഖ്യമന്ത്രി ബന്ധപ്പെടുന്നു, പ്രതിപക്ഷ നേതാവ്, എല്ലാവരും ഇൻവോൾവ് ആവും. VD സതീശൻ ആയിക്കോട്ടെ, KC വേണുഗോപാൽ ആയിക്കോട്ടെ, എല്ലാ ആൾക്കാരും, മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ഒക്കെ ഇടപെടുന്നുണ്ട് ഈ വിഷയത്തിൽ. ഒരു സാധാരണക്കാരൻ ഇത്ര പവർ ഒരിക്കലും കർണാടകയിലുള്ള പോലീസുകാർക്ക് സ്വപ്നം കാണാൻ കഴിയില്ല. ആ സമയത്താണ് അദ്ദേഹം ചോദിക്കുന്നത്. അതേസമയം ഈ കേരളത്തിൽ നിന്ന് പോയ അർജുൻ നഷ്ടപ്പെട്ടതുപോലെ അവിടെ അതിലേറെ ആളുകൾ, അവിടെ കർണാടകക്കാരായിട്ടുള്ള ആളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും അവിടേക്ക് വന്നു നോക്കിയിട്ടില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ പറയണത്, ആ വെള്ളത്തിൽ കിടക്കുന്ന ഡ്രൈവർക്കും ഒരു പവർ ഇല്ല, അതിന്റെ ലോറിന്റെ ഉടമയായ മനാഫിനും ഒരു പവർ ഇല്ല. അതിന്റെ പവർ എന്ന് പറയുന്നത് അതൊരു മലയാളിയാണെന്ന്. കഴിഞ്ഞ ഒരു കൊല്ലമായല്ലോ അരുൺകുമാറിന്റെ ഒരു വീഡിയോ കാണാനിടയായി. ഇത് ഇദ്ദേഹത്തോട് ചോദിച്ചതാണോ? ഈ വാർഷികത്തിൽ അല്ല, വാർഷിക ആയപ്പോഴത്തേക്കും ഇതിനെ മാറ്റി അദ്ദേഹം. അപ്പൊ ഒരു മാധ്യമപ്രവർത്തകന്റെ ഇത് നോക്കണം. അദ്ദേഹത്തിന് ഇന്റെ പേര് പറയാനുള്ള വെറുപ്പ് കാരണം അദ്ദേഹം പറയാം, ഞങ്ങളുടെ ഒരു റിപ്പോർട്ടറോട് ചോദിച്ചു, അപ്പൊ ഇതിനങ്ങോട്ട് മാറ്റി. ഓക്കെ, അതൊരു കാര്യം. രണ്ടാമത് ഇദ്ദേഹം തന്നെ വേറൊരു, ആ സമയത്ത് അർജുന്റെ വൈഫിനൊരു ജോലി കിട്ടി. അത് ഇദ്ദേഹം വാങ്ങിക്കൊടുത്തതാണോ ജോലി? സംസ്ഥാന ഗവൺമെന്റ് ആ വിഷയത്തിൽ ഇടപെട്ട് അർജുന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കാൻ ഒരു സഹകരണ സ്ഥാപനം മുന്നോട്ട് വരികയും അങ്ങനെ തയ്യാറായതിൽ ഒരു റോളും ആർക്കില്ല. ഈ അരുൺകുമാറിനില്ല. പക്ഷെ അതിന്റെ അവകാശവാദം എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ ഈ മനുഷ്യൻ ഏറ്റെടുക്കുന്നതാണ് പിന്നീട് കാണുന്നത്. ഒരു 5 പൈസന്റെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ അദ്ദേഹത്തിന് അർഹതയില്ല. ആ ഒരു ഒരു വൈകാരിക സമയമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ സമയത്ത് ഇദ്ദേഹം ഈ നാടകം കളിക്കുമ്പോൾ ഞങ്ങളൊക്കെ മൗനം പാലിച്ചതന്നെ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഭയങ്കരമായിട്ട് ഇതില് റിപ്പോർട്ടർ TVയുടെ ഇടപെടലുകാരനാണ് എന്ന് പറഞ്ഞിട്ട്, ഇനി ഇതിന്റെ മുകളിൽ എനിക്ക് ഒരു ഒരു ഇത് വരുമല്ലോ, തിരിച്ച് റിപ്പോർട്ടർ TVന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഈ അരുൺകുമാറിന്റെ ഭാഗത്തുനിന്നോ വല്ല തിരിച്ചടി വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ഏറ്റെടുക്കും, സഹിക്കും ഞാൻ അങ്ങോട്ട്. കുഴപ്പമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പാവപ്പെട്ട ആളുകൾ കൂടിയിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു സമരം ഞാൻ ഒരു 10 മിനിറ്റിന്റെ മേലെയുള്ള വീഡിയോ അയച്ചു തന്നിട്ട് വെറും അതിൽ വിവാദം ഉണ്ടാക്കാൻ പറ്റിയ 2 വേർഡ്സ് എടുത്തിട്ടാണ് ആ വീഡിയോനെ ഈ പ്രക്ഷോഭത്തിനെ തകർക്കാൻ നോക്കിയത്. തിരിച്ച് അങ്ങോട്ടേക്കും പറഞ്ഞത് അതിൽ തന്നെ മനാഫ് എന്താ പറഞ്ഞത് എന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ പ്രേക്ഷകരോട് പറയാണ്. ഒരു പ്രക്ഷോഭമാവുമ്പോൾ ആ പ്രക്ഷോഭത്തിൽ ചെറിയ ചെറിയ പാകപ്പിഴവുകൾ ഉണ്ടാവും. ആ പാകപ്പിഴവ് കാണിച്ച് അത് പൊളിഞ്ഞു ഒന്ന് വരുത്താനുള്ള ശ്രമമാണ് ആര് നടത്തുന്നത്, ഇതിന്റെ മറുപക്ഷം നടത്തുന്നത്. അതിന് തകർക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു ഡോക്ടർ അരുൺകുമാർ എന്താക്കിയത്. ഈ രാവിലത്തെ അയാളെ ചായ കാപ്പിയോ എന്തോ പരിപാടിയിൽ അയാൾ എന്താക്കിയത്, ഇത് എടുത്തിട്ട് അങ്ങോട്ട് ഇട്ടത്. അത് വെച്ചിട്ടാണ് ബാക്കിയുള്ള ആളുകൾ മൊത്തം ഉണ്ടാക്കുന്നത്. ഇതിനെ ഓൾറെഡി കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം സംഗീത ചാനലുകളുണ്ട്. ഇതെടുത്തിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മനാഫ് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി, മാപ്പ് പറയുന്നു, കോപ്പ് പറയും. ഈ പ്രക്ഷോഭം ഇത് തുടർന്നുകൊണ്ട് തന്നെ നിൽക്കും. പ്രക്ഷോഭത്തിൽ ഇറങ്ങിയിട്ട് ഒരു കാര്യത്തിൽ പോലും മാപ്പ് പറയേണ്ട ആവശ്യമില്ല. തെറ്റിദ്ധാരണകൾ ഉണ്ടായ ചില വിഷയങ്ങൾ ഒരു സമരത്തിന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സാധാരണക്കാരന്റെ സമരമാണിത്. ഈ സാധാരണക്കാരന്റെ സമരത്തിൽ കാര്യങ്ങൾ അതിൽ പ്രധാനമായിട്ടും ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ട കൊല ചെയ്യപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾ നടത്തുന്ന സമരമാണ് യഥാർത്ഥത്തിൽ. അതിന്റെ ബന്ധുക്കളാണ്. സൗജന്യയുടെ അമ്മാവൻ, അതുപോലെ തന്നെ ഉള്ള ആളുകൾ, ഈ നാട്ടുകാരാണെങ്കിലും ഒക്കെ സ്വന്തം കുടുംബത്തിൽ സഹോദരങ്ങൾ സഹോദരിമാർ നഷ്ടപ്പെട്ടു പോയവരൊക്കെയാണ് ഈ സമരത്തിന് വരുന്നത്. അവരൊന്നും സമര തൊഴിലാളികളോ
അല്ലെങ്കിൽ സമരം തന്നെ ഉപജീവന മാർഗമാക്കിയവരൊന്നുമല്ല. അവരുടെ ഭാഗത്തു നിന്നൊക്കെ ചിലപ്പം ചില പിഴവുകളൊക്കെ വരും. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു പിഴവ് മനാഫ് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതെ, അങ്ങനെ പിഴവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മളും വിചാരിക്കും അത് ശരിയാണ് എന്ന് വിചാരിക്കും. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ പിഴവാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ അങ്ങനെ തിരിച്ചറിവ് വേണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ? അങ്ങനെയാണ് ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ ഒരു ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു പകപ്പഴവ് ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ കഴിയണം. അത് സ്വന്തം വീട്ടിലായാൽ പോലും ഇന്റെ നിലപാടുകളാണ് ഇന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഞാൻ പല വട്ടം പറഞ്ഞു, തെറ്റ് ചെയ്തത് സ്വന്തം പിതാവാണെങ്കിൽ പോലും അതിനെ എതിർക്കപ്പെടേണ്ടതാണ്. അത് തന്നെയാണ് ഞാനും ചെയ്തത്. അവിടെ ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ തലയോട്ടി കൊണ്ടുപോയി യഥാർത്ഥത്തിലുള്ള സ്ഥലത്തു നിന്നാണ് ആ തലയോട്ടി എടുത്തിട്ട് ഈ ശുചീകരണ തൊഴിലാളിയുടെ കയ്യിൽ കൊടുത്തത്. ശേഷമാണല്ലോ ഇപ്പം ഈ ബംഗ്ലകുട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി നോക്കുമ്പോഴാണല്ലോ ഒരു ദിവസം 3 അസ്ഥികൂടം കിട്ടി. അല്ല, ഇപ്പൊ ദിവസം 5 അസ്ഥികൂടം കിട്ടി. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ അനൗദ്യോഗിക കണക്ക് പ്രകാരം 25 വ്യക്തികളുടെ മൃതശരീരങ്ങൾ കിട്ടിയെന്നാണ് ഇന്നലത്തെ ഒരു ചാനലിൽ വന്നത്. വിശ്വസനീയമായ ചാനലാണ്. അല്ല, അതിൽ ഈ പറയുന്ന സൗജന്യയുടെ അമ്മാവൻ തന്നെ നേരിട്ട് പറയുന്ന ബൈറ്റ് ഉണ്ട്. വേണമെങ്കിൽ പ്രേക്ഷകരെ നമുക്കത് കാണിച്ചു കൊടുക്കാം. ನಮಸ್ತೆ, ನಾನು ವಿಠಲ್ ಗೌಡ, ಸೌಜನ್ಯ ಮಾವ. ಫಸ್ಟಿಗೆ ನನ್ನನ್ನು ಮಾಜರಿಗೆ ಕರ್ಕೊಂಡೋಗಿದ್ರು. ಅಲ್ಲಿ ಸುವಾಗ 3 ನಮಗೆ ಒಂದು ಬುರುಡೆ ಸಿಕ್ಕಿದೆ ಅಲ್ಲಿ ಮೇಲೆ. 2ನೇ ಸಲ ಹೋಗುವಾಗ 5 ನನ್ನ ಕಣ್ಣ ಎದುರಿಗೆ 5 ಸಿಗುತ್ತೆ. ಅದರಲ್ಲಿ ಒಂದು ಮಗುದು ಅನ್ನೋದು ಕಾಣ್ತದೆ. ನಂತರ ಅದರ ಪಕ್ಕದಲ್ಲಿ ಒಂದು 6-7 ಮಣ್ಣಿನ ಮಡಿಕೆ ಕಲಶ ಅಲ್ಲಿ ಸಿಗುತ್ತೆ. ಒಂದು ಸ್ಟಿಕ್ಕು, ಒಂದು ಕನ್ನಡಕ, ಒಂದು ಗ್ಲಾಸು, ಮತ್ತೊಂದು ಮೊಬೈಲ್, ಒಂದು ಕವರು, ಬ್ಯಾಕ್ ಕವರು ಸಿಗುತ್ತೆ. ಅದು ನೋಡಿದ ತಕ್ಷಣ ನಮಗೆ ಮೇಲೆಲ್ಲ ಜುಮ್ಮ ಒಂದು ಸಲ ಆಯಿತು. ಯಾಕಂದರೆ ಅವತ್ತು ನಾನು ನಿನ್ನೆ ನಿದ್ದೆ ಮಾಡಲಿಲ್ಲ, ಬೇಜಾರಾಯಿತು. ನಾವು ಕ್ಷೇತ್ರದಲ್ಲಿ ಈ ಥರ ಆಗ್ತಾಯಿದೆಯಾ ಅನ್ನೋದು ಸ್ವಲ್ಪ ತುಂಬ ಬೇಜಾರಾಯಿತು. ಅದು ಸರಿಯಾಗಿ ತನಿಖೆ ಮಾಡಬೇಕು. ಅದಕ್ಕೆ ಯಾರು ಅದನ್ನು ಕೊಲೆ ಮಾಡಿದ್ದಾರೆ, ತಂದು ಯಾರು ಬಿಸಾಡಿದ್ದಾರೆ ಅನ್ನೋದು ನಮಗೆ ಅದು ತನಿಖೆ ಆಗಬೇಕು. ಮತ್ತು ಅದರಲ್ಲಿ ನಮ್ಮ ಸೌಜನ್ಯಗೆ ನ್ಯಾಯ ಸಿಗಬೇಕು. ഈ വിഷയത്തിൽ ഇതിന്റെ ഇടയിലുള്ള ഈ സുജാത ഭട്ടിന്റെ ഈ വിഷയം SIT ഒഴിവാക്കിയിട്ടില്ല. അതെ, ഒഴിവാക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ചോദിച്ചു, സുജാത ഭട്ട് അങ്ങനെയാണെങ്കിൽ അകത്തായിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ആവൂലേ, ജയിലിലാക്കണ്ടേ? അതെ. സുജാത ഭട്ടിന്റെ വിഷയത്തിന്റെ റെലവൻസ് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ കണ്ടെടുക്കുന്ന കേസിൽ ഇപ്പുറത്ത് നിൽക്കുന്ന ഏക കേസ് സുജാത ഭട്ട് മുന്നോട്ട് അവര് ഫയൽ ചെയ്ത FIR ആണ്. അപ്പോ അത് ഒത്തുനോക്കാൻ പറ്റാത്ത ഒരു പ്രയാസം ഈ കേസിൽ ഉണ്ടാക്കിയവരെ, അല്ലെങ്കിൽ അങ്ങനെ കള്ളമൊഴി പറഞ്ഞിട്ട് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചവരെ പോലീസ് വെറുതെ വിടുവോ? ഇല്ല. അവരുടെ സുഖമായിട്ട് നടക്കുന്നുണ്ടല്ലോ. അത് മാത്രമല്ല, ഇപ്പം അരുൺകുമാർ ഒക്കെ പറയുന്ന പോലെ ഈ പറയുന്ന വാർത്തകളാണ് ശരിയെങ്കിൽ ഇതൊന്നും അല്ലല്ലോ ഇവിടെ ചിത്രം വേണ്ടത്. പക്ഷെ ഇപ്പോഴും എന്ത് ചെയ്യാണ്, അവിടെ കുഴിച്ചെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അസ്ഥികൂടങ്ങള്. അതിനെ സംബന്ധിച്ച് വിവരങ്ങൾ ആധികാരികമായിട്ട് SIT പുറത്തുവിട്ടിട്ടില്ല, ഫോറൻസിക് ലബോറട്ടറിയിൽ നിന്ന് റിപ്പോർട്ട് വന്നിട്ടില്ല. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോഴും അവിടെ നിരന്തരം കർണാടകയിൽ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു, സാക്ഷ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, പരാതികൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ മകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എൻ്റെ സഹോദരി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ ഇന്നലെ എനിക്ക് തോന്നുന്നു മഹേഷ് ഷെട്ടി 4 FIR ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കംപ്ലൈന്റ് കൊടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ് ആളുകളുടെ ഭയം അങ്ങ് പോയി. അതെ, ഇപ്പൊ എല്ലാവരും അത് നമ്മൾ ധീരമായിട്ടുള്ള പോരാട്ടം ആവുമ്പോ സ്വാഭാവികമായിട്ടും ഈ ഡോക്ടർ അരുൺകുമാർ തന്നെ കണ്ടിട്ടുണ്ട്. ശിരൂരിൽ 72 ദിവസം നമ്മൾ ആ ഗംഗാവലി പുഴന്റെ അടുത്ത് നിന്ന് പോരാടിയ സമയത്ത് ഒരു ബക്കറ്റ് വെള്ളം പോലും ആ പ്രദേശത്തുള്ള ആളുകൾ അവിടെ കൊണ്ടുപോയി വെച്ചില്ല. ഞങ്ങൾ കുടിച്ചോളി, വെള്ളം വേണോ, മറ്റുള്ള എന്തേ വേണം. കേരളത്തിലായിരുന്നെങ്കിൽ സ്ഥിതി വേറെ ആയനെ. കർണാടകയില് അത്ര ഭയാണ്. അല്ല, ഈ അരുൺകുമാറിന് അറിയാലോ, അന്ന് ഈ ശിരൂരിലെ അപകടം ഉണ്ടായി അതിന്റെ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടക്കുമ്പോൾ തന്നെ മനാഫിനെതിരെ വ്യക്തിഗതമായിട്ട് ഏതെല്ലാം തരത്തിലുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അന്ന് ഇതിൽ ഇടപെട്ട് അന്ന് ഇതിന്റെ പതാകവാഹകനായി മുന്നിൽ നിന്ന് മഴയത്ത് കുട ചൂടി ഡ്രോൺ പറത്തി വീഡിയോസ് പിന്നെ എന്താ പറയുക ഇടതടവില്ലാതെ വീഡിയോ കൊടുത്ത അരുൺകുമാറിന് അറിയില്ലേ എന്തെല്ലാം ആക്രമണം മനാഫിന് നേരെ അന്ന് ഉണ്ടായിട്ടുണ്ട്? വർഗീയത പറഞ്ഞിട്ടുണ്ട്, കള്ളക്കടത്തുകാരനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, കഞ്ചാവ് കടത്തുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ തുടങ്ങി എന്തെല്ലാം പറയാമോ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ എന്തിനാണ് ഇങ്ങനെയൊരു ലോറി മറിഞ്ഞിട്ട് ഈ ഉടമ പോയിട്ട് അവിടെ കിടന്ന് ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്? എന്തോ അതിൻ്റെ അവിടെയാണ് ഈ ഷെയ്ഡ് പരത്തുക എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ മേൽ അയാളുടെ മേൽ ഒരു കരിനിഴൽ പടർത്തുക എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ അനുഭവപ്പെട്ടതാണ്. അതൊക്കെ അരുൺകുമാറിന് നന്നായിട്ട് അറിയാം. അതിന്റെ മറ്റൊരു വശമാണ് ഇപ്പോൾ നടക്കുന്നത് ധർമ്മസ്ഥല കേസിൽ. മറ്റൊരു തരത്തിൽ മനാഫിന് എന്താണ് കാര്യം ഈ വിഷയത്തിൽ പോയി ഇടപെടാൻ? അതാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയത്തിൽ
ഒന്നുമില്ലാത്തൊരു വിഷയത്തിലാണ് മനാഫ് ഇടപെട്ടതെങ്കിൽ ആരൊക്കെ മണ്ടന്മാരായിരിക്കണം അരുൺകുമാറെ, ആരൊക്കെ മണ്ടന്മാരായിരിക്കണം? അവിടുത്തെ മാജിസ്ട്രേറ്റിന് അരുൺകുമാറിന്റെ അത്ര ബുദ്ധി ഉണ്ടാവില്ല, അവിടുത്തെ ആഭ്യന്തരമന്ത്രി പരമേശ്വരിക്ക് അരുൺകുമാറിന്റെ അത്ര ബുദ്ധി ഉണ്ടാവില്ല, അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കൊന്നും അരുൺകുമാറിന്റെ അത്ര ബുദ്ധി ഉണ്ടാവില്ല. കാരണം അവരൊന്നും ഈ കേസ് പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഈ പറയുന്ന 2012 മുതൽ 2025 ആകുന്നു, 13 കൊല്ലമായി ഈ കേസ് ഉയർത്തിക്കൊണ്ടുവരുന്ന ആ നാട്ടിലെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾക്കൊന്നും അരുൺകുമാറിന്റെ അത്ര ബുദ്ധി ഉണ്ടാവില്ല. അവരെക്കാൾ കൂടുതൽ അരുൺകുമാർ പഠിച്ചിട്ടുണ്ട് എന്നാണോ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്? അപ്പൊ കാള പെറ്റു എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ് എന്നെങ്കിലും അരുൺകുമാർ മനസ്സിലാക്കണ്ടേ? അവിടെ കാളയൊന്നുമല്ല പെറ്റതല്ലേ? അല്ല, നല്ല നല്ല പശുവാ പെറ്റത്. അതിനിപ്പോ അത്യാവശ്യം പാലും ഉണ്ട് ആ പശുവിന്. ഓക്കെ, കാള പെറ്റു, കയറെടുത്തു. സത്യത്തിൽ ആരാ എടുത്തത്? ഈ അരുൺകുമാർ അല്ലേ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പറഞ്ഞത് ഈ ഫ്ലൈറ്റുകളൊക്കെ നിന്നുപോയി എന്താവളങ്ങൾ അടച്ചിട്ടു പറഞ്ഞ ആളാണ്. അന്ന് ഞാൻ സത്യത്തില് ആ രാത്രി രാജ്യ യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. നമുക്ക് ആശങ്കയുണ്ട് ഈ യുദ്ധം ഏത് രീതിയിലേക്കൊക്കെ പോകും. അപ്പൊ രാത്രി വൈകിയാണ്. പിന്നെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ ചാനലുകളിൽ നിന്നുകൊണ്ട് ഒരു ലൈവ് കമന്ററി പറയുന്നത് പോലെ അരുൺകുമാർ നിന്നിങ്ങനെ പറയാണ്, ഇതാ കറാച്ചി തുറമുഖം പൊട്ടിത്തെറിക്കുന്നു, അവിടെ തുരുതുര ബോംബിംഗ് നടക്കുന്നു, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതാ അവിടെ എന്താ പറയാ പാകിസ്ഥാന്റെ ഭാഗം പോയി, 125 പോയി, 125 വിമാനങ്ങൾ തകർത്തിട്ടു, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം തരത്തിലുള്ള വാർത്തകൾ, ഒരുതരം യുദ്ധ ഹിസ്റ്റീരിയ പരത്തുന്ന തരത്തിലുള്ള വാർത്തകളുമായിട്ട് എവിടെ പോയി അതൊക്കെ അരുൺകുമാറെ? ആ യുദ്ധത്തില് ഇങ്ങനെയൊന്നും നടന്നില്ല എന്ന് പിറ്റേ ദിവസം നീചമായ മാധ്യമ പ്രവർത്തനാണ് ഈ കാഴ്ച കൊണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അത് രാജ്യം നേരിടുന്ന ഒരു യുദ്ധത്തെയാണ് ഇത് മാർക്കറ്റ് ചെയ്യാൻ നോക്കിയത്. അതെ, ഇല്ല എന്നിട്ടാണ് ഒരു FIR പോലും ഫയൽ ചെയ്യാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ പറഞ്ഞില്ല. അതെ, ഞാൻ സത്യത്തിൽ വിചാരിച്ച് ഇദ്ദേഹം ആണല്ലോ ആദ്യമായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രമാത്രം ആക്രമിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഗർഭിണിയാണല്ലോ ഈ ആ കുട്ടി. അപ്പം അത് ഉറപ്പ് വരുത്തിയത് അരുൺകുമാർ ഡോക്ടർ ആയിരിക്കുമെന്ന് അതെ ഞാനും വിചാരിച്ചു. അപ്പൊ എന്താ പറഞ്ഞാ അത്രമാത്രം കഴിവുള്ള വ്യക്തിയാണല്ലോ. അതെ അതെ. അപ്പം സാറേ ഇതുപോലെ തന്നെ പിന്നെ ഒരു തമാശ ഉള്ളത്, ബലൂണിന്റെ പേരെന്താ? അപ്പൊ ഹിന്ദിക്കാരനാണ് ബലൂൺ വിൽക്കുന്നത്. അയാൾ എന്തോ സുഹൈൽ എന്തോ പറഞ്ഞു. ഓ, സുഹൈൽ ബലൂൺ. ഇത്രേ ഉള്ളൂ. അത്ര മണ്ടത്തരങ്ങളൊന്നും സാറേ നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മറ്റൊരു വിഷയം, 2050 ഉണ്ടാവുന്ന ഒരു മനോരമയിൽ ഒരു പത്രം ഇറങ്ങി. ഈ പത്രത്തെ പറ്റിയിട്ട് അങ്ങനെ തുടങ്ങി നമ്മളെ ഈ എന്താ പറയുക, നമുക്ക് ആ വിഷയം വിടാം. കാരണം എന്താ പറഞ്ഞാല് ഇദ്ദേഹം കാള പെറ്റപ്പം എത്ര പ്രാവശ്യം കയറെടുത്തെന്നുള്ള ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഒരു 4-5 എപ്പിസോഡ് നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കേണ്ടി വരും. അപ്പം സാർ എന്ത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഇതൊരു പാവപ്പെട്ട ആളുകളുടെ സമരമാണ്. അതിൽ ഒരുപാട് ആൾക്കാർ സമരത്തിന്റെ പിന്നിൽ നിന്ന ആളുകൾ പല രീതിയിൽ കൊല ചെയ്യപ്പെട്ട ഒരു സമരത്തിനെ സാർ ഒരു വീഡിയോയിലൂടെ തകർക്കാൻ നോക്കി കഴിഞ്ഞാൽ അത് സാറ് നല്ല ഏതൊരാളാണെങ്കിലും അതിനെതിരെ തിരിച്ചു പറഞ്ഞിട്ടേ നമ്മൾ എന്താക്കുള്ളൂ. അല്ല, തിരിച്ചു പറയിപ്പിക്കാനുള്ള വിവരങ്ങൾ ധർമ്മസ്ഥല തന്നെ തരും സാറേ. ഈ ധർമ്മസ്ഥലയിൽ നിന്ന് അടുത്ത ദിവസങ്ങളിൽ വരുന്ന വാർത്ത ഓരോ ആളുകളും തയ്യാറായി നിൽക്കുകയാണ്. അവിടെ ഫുൾ ടീമുമായി ധർമ്മസ്ഥലയിൽ നിങ്ങൾ പോകേണ്ടി വരും. നിങ്ങൾ അവിടേക്ക് എത്തും, അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതെ, ഇതിൽ ഇപ്പം തന്നെ ഈ ശുചീകരണ തൊഴിലാളിനെ അറസ്റ്റ് ചെയ്തെന്നുള്ള തെറ്റിദ്ധാരണ പരത്തുകയാണ്. ഇദ്ദേഹത്തിന് സുരക്ഷിതമായ സ്ഥലത്ത് അല്ലാന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു പുറത്തിറങ്ങാണെന്നുണ്ട് ഒരു സുരക്ഷയില്ല അവിടെ. ഏത് നിമിഷവും അവിടെ അക്രമം നിരന്തരം നടന്നുകൊണ്ടിരിക്കണതാ. അത് ഈ ഒരു പ്രധാനപ്പെട്ട ആള് കൊല ചെയ്യപ്പെട്ട പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഗൗരവതരമായ ഒരു വിഷയം അവിടെ ഉന്നയിക്കുകയും അതിന്റെ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുമ്പോൾ ഈ മനുഷ്യനെ ആരെങ്കിലും അപായപ്പെടുത്തിയാലോ അല്ലെങ്കിൽ ഈ മനുഷ്യൻ തന്നെ തലമറവായാലോ വേറെ എവിടേക്കും അപ്പൊ ഈ പോലീസ് പ്രതിസന്ധിയിലാവും. അതുകൊണ്ട് തന്നെ കോടതി ഈ തരത്തിലുള്ള സാക്ഷിക്കുള്ള സുരക്ഷ എന്നുള്ള നിലയിൽ അന്വേഷണത്തിന്റെ ഒരു ഘട്ടം വരെ കൊടുത്ത സുരക്ഷ കോടതി പിൻവലിച്ചപ്പോൾ പോലീസ് അയാളുടെ സുരക്ഷ ഏറ്റെടുത്തു, പോലീസ് കസ്റ്റഡിയിലേക്ക് മാറ്റി എന്നതിലപ്പുറം ഇതിൽ വേറെ അയാൾ അറസ്റ്റിലാണ്, അയാൾ ആകെ പെട്ടിരിക്കുകയാണ്. അയാൾ ഈ കേസിൽ പങ്കാളിയാണ്. അയാൾ ഇനി അറസ്റ്റിലായാൽ പോലും അത്ഭുതപ്പെടാനില്ല. കാരണം ആളുകൾ കൊണ്ടുപോയി കൊടുത്ത മൃതശരീരങ്ങൾ ആരും അറിയാതെ നിയമപരമായിട്ടുള്ള സംവിധാനങ്ങളൊന്നും അറിയാതെ കൊണ്ടുപോയി കുഴിച്ചിട്ടെന്ന് പറഞ്ഞ ആളാണ്. അല്ലാതെ അയാൾ പുണ്യവാളനൊന്നുമല്ല.
ഈ പറയുന്ന സാക്ഷി ചിന്നയ്യ അല്ലെങ്കിൽ ഈ പറയുന്ന ശുചീകരണ തൊഴിലാളി ചിന്നയ്യ പുണ്യവാനായിട്ടൊന്നും ആരും കണക്കാക്കിയിട്ടില്ല. ഈ പറയുന്ന സീരിയൽ ക്രൈമിൽ ഒരർത്ഥത്തിൽ പരോക്ഷമായിട്ട് പങ്കാളിയായ ആളാണ് അയാൾ. ഈ നിയമത്തിന്റെ മുമ്പിൽ വന്ന് കൺഫസ് ചെയ്യുന്നു, അയാൾ വിളിച്ചു പറയുന്നു ഇങ്ങനെ ഒരു ക്രൈം, സീരിയൽ ക്രൈം കുറെ കാലം നടന്നിട്ടുണ്ട്, ഞാൻ അതിൽ പങ്കാളിയായി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അയാൾ കാണിച്ച ആ ഒരു നിയമത്തോടുള്ള ബഹുമാനം അല്ലെങ്കിൽ അയാളുടെ മനസാക്ഷിയോടുള്ള അയാൾ കൊടുക്കേണ്ട അയാൾ കാണിച്ച ഒരു സംഭവം ഉണ്ടല്ലോ, അതിനെ നമ്മൾ ബഹുമാനിക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ സംബന്ധിച്ചിടത്തോളം നിയമത്തിന് മുമ്പിൽ അയാൾ എന്താണ്? കുറ്റക്കാരനാണ്. അതേസമയം ഡിപ്പാർട്ട്മെന്റിന് വേണമെങ്കിൽ പോലീസിന് വേണമെങ്കിൽ അയാളെ മാപ്പുസാക്ഷിയാക്കി മാറ്റാം. അത് കേസിന്റെ പുരോഗതിക്കനുസരിച്ച് വരേണ്ട കാര്യങ്ങളാണ്. ഇപ്പോഴേ നമുക്ക് മുൻവിധിയോടുകൂടി പറയേണ്ട കാര്യമില്ല. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് ഇനി വരുന്നത്. ശിരൂർ വിഷയം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും പോയി അർജുൻ്റെ സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പൊടുന്നനെ അർജുൻ്റെ ഫാമിലി എനിക്കെതിരെ പത്രസമ്മേളനം നടത്തിയതിൽ പ്രധാനപ്പെട്ട 4 ആളുകളിൽ ഒരാളാണ് ഈ അരുൺകുമാർ. ഇദ്ദേഹം നടത്തിച്ചതിൽ ജനങ്ങൾ കേട്ടോളി, ഇദ്ദേഹത്തിന് എന്നോടുള്ള വൈരാഗ്യമാണ്. നിരന്തരം വീട്ടിൽ അർജുന്റെ സഹോദരിയോടും എല്ലാരോടും നിർബന്ധിച്ച 4 ആളുകളിൽ ഒരാളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് ഒരു കാരണം ഉണ്ടായിരുന്നു. ഞാൻ ഈ അർജുന്റെ സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം 1-2 സംഘടനകൾ എന്നെ വിളിച്ചിട്ട് ആദരിച്ചു. ഈ ആദരവ് നിങ്ങൾക്ക് അന്നത്തെ വീഡിയോ കണ്ടാൽ അറിയാം. ആ ആദരവിന് ഭയങ്കരമായിട്ട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ട് ഇദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നു. മനാഫ് ആദരവൊന്നും വാങ്ങാൻ പോകാൻ പാടില്ല, അതൊക്കെ ഒരു മോശം കാര്യങ്ങളാണ്. പിറ്റേത്തെ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് ഇദ്ദേഹം എന്നെ വേറൊരു വിഷയത്തിന്റെ ലൈവില് സംസാരിക്കുമ്പോൾ, ലൈവാണ്, കട്ട് ചെയ്യാൻ പറ്റൂല. ആ സംസാരം കഴിഞ്ഞ അപ്പാടന്നെ ഞാൻ പറഞ്ഞു, സാറേ ഇന്നെ കുറച്ച് ആളുകൾ ആദരിക്കാൻ വിളിക്കുന്നുണ്ട്, എനിക്ക് ആ ആദരവിന് പോകണം. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കുണ്ടായ പല ക്രൂരമായ അനുഭവങ്ങളുണ്ട്. അതെനിക്ക് ഒരു വേദി കിട്ടുമ്പോഴേ സംസാരിക്കാൻ പറ്റുള്ളൂ. ആദരവിന് പോയാൽ വേദിയിൽ പ്രസംഗിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാവും. ആ ചാൻസിൽ ഞാൻ പ്രസംഗിച്ച് എൻ്റെ അനുഭവം ഇനി ആരുകൾക്കും മറ്റുള്ളൊരു എന്താണ്, ഇവിടെ ഏറ്റവും കൂടുതൽ വർഗീയതാണല്ലോ ഉള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ വർഗീയ വേട്ടയാടല് അനുഭവിച്ച ആളായതുകൊണ്ട് എനിക്ക് പോകണം. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പറഞ്ഞു മനാഫ് എന്താ പോകാലോ, അർജുൻ അമ്മനോട് ചോദിച്ചോന്ന്. ഞാൻ പറഞ്ഞു അമ്മക്കൊക്കെ ഒന്നും പ്രശ്നമില്ല, അമ്മക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ മനാഫ് ഇങ്ങനെ പോയി വരണം, എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. ഇത് ട്രോളായിട്ട് ഇറങ്ങി. അപ്പൊ നേരത്തെ പോകണ്ടെന്ന് പറഞ്ഞ ആള് തന്നെ പിന്നെ പിറ്റേ ദിവസം കഴിഞ്ഞപ്പോ പോണെന്ന് പറഞ്ഞു. അപ്പൊ ആളുകള് പറഞ്ഞു നീ അങ്ങനെ എല്ലാരും പറഞ്ഞു പറഞ്ഞിട്ട് ഒരു ട്രോളിങ് വീഡിയോ ഒക്കെ ഇറങ്ങി അദ്ദേഹത്തിന്. അപ്പൊ അതിന്റെ ഈഗോന്റെ മരാണ് ഈ മനുഷ്യന്. അതാണ് അയാളെ പ്രകോപിപ്പിച്ചത്. ആ പകയാണ്. പിന്നെ അത് മാത്രമല്ല ഓവറായിട്ട് റിയാക്ട് ചെയ്യുക. പിന്നെ ഒരു വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, അർജുന് കിട്ടിയ ദിവസത്തെ ഒരു ചാനൽ ചർച്ച ഉണ്ടായിരുന്നു. ആ ചാനൽ ചർച്ചയിൽ ഞാൻ ഓൾറെഡി വേറൊരു ചാനലായിട്ട് കമ്മിറ്റ് ചെയ്തിരുന്നു ചർച്ചക്ക് ഇരിക്കാന്നുള്ളത്. ഇദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു മനാഫ് നിന്റെ ചാനലിൽ ഇരിക്കണം എന്നാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഒരാൾക്ക് കമ്മിറ്റ്മെന്റ് ആണ്, വാക്ക് കൊടുത്തുപോയി, എനിക്കത് മാറ്റാൻ പറ്റില്ല. അദ്ദേഹത്തിന് അത് ഭയങ്കരമായിട്ട് വിഷമായി. ഇതാണ് ഈ 2-3 കാര്യങ്ങളാണ് ആ ഒരു വിഷയത്തിലുള്ളത്. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വിചാരിക്കുന്നത് അദ്ദേഹം ഞങ്ങളെ ഒരുപാട് സഹായിച്ചു എന്നുള്ള ഉണ്ടാവും, ഉള്ളതിന് നന്ദി പറയുന്നു, നന്ദി എപ്പോഴും ഉണ്ടാവും. പക്ഷെ തിരിച്ച് അദ്ദേഹത്തിനും ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ആ വിഷയത്തിൽ. അപ്പം ഇതൊക്കെ എൻ്റെ മനസ്സിലുള്ള വിഷമമാണ്. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെയ്തത്, ഇതൊക്കെ പറയേണ്ടി വന്നത് ജനങ്ങളും മനസ്സിലാക്കുക. ഒരുപാട് ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ട് ഒരുപാട് പ്രയാസം അനുഭവിച്ചും കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അസ്ഥിക്കൂടങ്ങൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ആരാണ് കാള വെട്ടിട്ട് കയറെടുത്തത് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കട്ടെ.